ഞാൻ ഇവിടെ ഇന്നിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കടുമാങ്ങ കറിയാണ്. അപ്പം അതിന് വേണ്ടി ഇവിടെ ഒരു 4 പച്ചമാങ്ങ ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇതൊന്ന് നല്ലോണം കട്ട് ചെയ്യാം. ഇപ്പം നല്ല പച്ച മാങ്ങ തന്നെ, പുതിയ ഫ്രഷ് നമ്മുടെ വീട്ടിലുണ്ടായ മാങ്ങ ഇത്. അപ്പം ഇത് തോല് പോക്കിയിട്ട് നമുക്ക് ഉണ്ടാക്കാം, തോല് പോക്കാതെ ഇത് ഉണ്ടാക്കാം. അപ്പം ഞാനിപ്പം തോല് ഒന്നും പോക്കുകയൊന്നും ചെയ്യുന്നില്ല. അപ്പം ഇതൊന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പം ഞാനിതൊന്ന് കട്ട് ഇങ്ങനെ നല്ല വലുപ്പത്തിൽ തന്നെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതൊന്ന് നല്ലോണം കട്ട് ചെയ്യാം. അപ്പോൾ ഈ അണ്ടിയൊന്നും പോക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇതിൽ തന്നെ നമുക്കിത് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതേപോലെ തന്നെ ഈ 4 മാങ്ങയും ഒരേപോലെ കട്ട് ചെയ്തെടുക്കാം. പെട്ടെന്ന് 10 മിനിറ്റോടെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കടുമാങ്ങ. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കറിയായി കടുമാങ്ങ കറി. ഇപ്പം മാങ്ങയെല്ലാം ഞാൻ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം ഞാനിപ്പോൾ ഇതാ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ അണ്ടിയൊന്നും നമുക്ക് പോക്കേണ്ടിയില്ല, മാങ്ങൻ്റെ ഇതിൽ തന്നെ ഇട്ട് കൊടുക്കാം. ഇതിന് ഇപ്പോൾ നമുക്ക് ആവശ്യമുള്ള എരിവ് എത്ര എരിവ് വേണ്ടതിനനുസരിച്ചുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ ഒരു 3 സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെള്ളം ഒഴിച്ച് കൊടുക്കാം, ആവശ്യത്തിനുള്ള ഈ മാങ്ങ മുങ്ങാനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ മാങ്ങ മുങ്ങാനുള്ള വെള്ളം ഇപ്പോൾ ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തു. അപ്പോൾ ഇതിന് ഉപ്പ് എടുക്കുന്നോട്ട് അപ്പോൾ ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടുതലായിട്ട് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല, ഉപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് പഞ്ചസാര. ഇപ്പം നല്ലൊരു മധുരമുള്ള ഒരു കറിയായത് കടുമാങ്ങ. അപ്പോൾ പഞ്ചസാര ഇട്ട് കൊടുക്കാം. 2-3 സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഞാനിതിപ്പോൾ ചട്ടി വന്നല്ല, ഞാനൊന്ന് കുക്കറിലിട്ടിട്ട് ഒരു 3 വിസിൽ പിന്നെ തീയിൽ വെച്ച് നല്ല 3 വിസിൽ അടുപ്പിക്കുന്നതാണ്. അപ്പോൾ ഇത് കുക്കറിലേക്കൊന്നത് ഒഴിച്ചു കൊടുക്കാം. ഇത് നമ്മൾ മാങ്ങ ഇതിപ്പോൾ കൂടുതലായിട്ട് വെള്ളമൊന്നും വേണ്ട ആവശ്യമില്ല, കുറുകി വരാൻ വേണ്ടിയിട്ട് ഉള്ളത് കൊണ്ടാണ് ഞാൻ അധികം കൂടുതൽ വെള്ളമൊന്നും ഒഴിക്കാത്തത്. അപ്പോൾ ഇത് നമുക്കൊന്ന് ഗ്യാസ് കത്തിലേക്ക് മാറ്റാം. ഒരു 3 വിസിൽ വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പം നമ്മളെ മാങ്ങ നല്ലോണം വെന്ത് നല്ലോണം കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് നമുക്ക് കടുക് ഇട്ട് കടുക് ഒന്ന് താളിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ അതിനായിട്ട് ഒരു ചട്ടി ഇവിടെ ഗ്യാസുമേൽ വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണയിൽ തന്നെ ആക്കണം, എന്നാലും അതിൻ്റെതായ ടേസ്റ്റ് ഉണ്ടാകുന്നു. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നാൽ കടുക് ഇട്ട് കൊടുക്കാം. നല്ലോണം ഒന്ന് ചൂടായി വരട്ടെ, അതിന് ശേഷം കടുക് ഇട്ട് കൊടുക്കാം. അപ്പം ഇനി കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കടുക് ഇട്ട് കൊടുക്കുമ്പോൾ കടുക് ഒന്ന് കുറച്ച് കൂടുതൽ തന്നെ ഇട്ട് കൊടുക്കണം. ഞാനിപ്പോൾ 2 സ്പൂണ് കടുക് ഇട്ട് കൊടുത്തിട്ട്, ഇപ്പോൾ കടുക് ഒന്ന് പൊട്ടി വന്നാൽ കടുകൊക്കെ നല്ലോണം പൊട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഈ മാങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കടുകെല്ലാം നല്ലോണം ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ മാങ്ങ ഇട്ട് കൊടുക്കാം.
ഇപ്പം മാങ്ങയുടെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ കടുമാങ്ങ ഇവിടെ റെഡിയായി. അപ്പം ഞാനിതിപ്പോൾ കടുക് പൊട്ടിപ്പോൾ മാങ്ങ ഇട്ടിപ്പോൾ ഇത് കഴിഞ്ഞല്ലോ. ഇതിപ്പോൾ നമ്മുടെ മാങ്ങ റെഡിയായി കഴിഞ്ഞ്. ഇപ്പം ഇനി ഞാനൊന്ന് തീ ഓഫാക്കട്ടെ. ഇപ്പം നമ്മുടെ കടുമാങ്ങ കറി ഇവിടെ റെഡിയായിട്ട് ഇപ്പോൾ ഞാനിതാ ഇതിലൊഴിച്ച് വെച്ചിട്ടുണ്ട്. അടിപൊളി സൂപ്പറായിട്ടുള്ളൊരു കറിയായത്. ഇപ്പം നമുക്കിത് എത്ര ദിവസം വേണമെങ്കിലും വെക്കാം. അങ്ങനെ ഒന്നും വേഗം കൊണ്ടൊന്നും കേടാവില്ല. അപ്പം നല്ല ടേസ്റ്റാണ്, നല്ല മധുരവും എരിവെല്ലാം കൂടിയിട്ടുള്ളൊരു കടുമാങ്ങ കറിയാണിത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവരും കാണുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവർ ഇൻഷാ അല്ലാഹ് അസ്സലാമു അലൈക്കും.